ഹായ് ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് മിക്സ്ചർ ഉണ്ടാക്കിയെടുത്താലോ? മിക്സ്ചർ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി മിക്സ് ചെയ്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കായപ്പൊടി, മുളക് പൊടി ഇത്രയും അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മുടെ ആവശ്യത്തിന് പച്ചവെള്ളം ഒഴിച്ച് ഒന്ന് ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴയ്ക്കുക. അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് സ്മൂത്ത് ആകുന്നിടം വരെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. കൈകൊണ്ട് തന്നെ കുഴയ്ക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് ആ മാവ് നമുക്കൊന്ന് 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഞാൻ പിന്നെ കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ബൂന്തി ഉണ്ടാക്കാനായിട്ട് വെള്ളം ചേർത്ത് മിക്സ് ആക്കാനാണ്. പിന്നെ ചൂടായ എണ്ണയിലേക്ക് വെളുത്തുള്ളി, കറിവേപ്പില ആദ്യം വറുത്ത് കോരി മാറ്റി വെക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചക്കപ്പലണ്ടിയാണ് കേട്ടോ. അത് നമുക്ക് ചൂടെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. മൂത്ത് വന്നതിന് ശേഷം അതും കോരി മാറ്റി വെക്കാം. പിന്നീട് നമ്മൾ ബൂന്തി തയ്യാറാക്കാം. കലക്കി വെച്ചിരിക്കുന്ന മാവ് ഉപയോഗിച്ച് ബൂന്തിയും തയ്യാറാക്കി മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, അത് നമ്മുടെ സേവാനാഴി എന്ന് പറയുമ്പോൾ ഇടിയപ്പത്തിൻ്റെ അച്ച്, പലയിടത്തും പല രീതിക്കായിരിക്കും പറയുന്നത്. അതിലേക്ക് നമ്മുടെ ഈ മാവ് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവെടുക്കാം കേട്ടോ. കുറച്ചെടുക്കുന്നവരുണ്ട്, കൂടുതലെടുക്കുന്നവരുണ്ട്. അത് ചേർക്കുക. എന്നിട്ട് നമ്മുടെ ഈ ചൂടായ എണ്ണയിലേക്ക് നന്നായിട്ട് ചുരറ്റിയിട്ട് കൊടുക്കണേ. നമ്മൾ ഇടിയപ്പത്തിന് കറക്കി ഒഴിക്കത്തില്ല, ആ രീതിക്ക് തന്നെ ചുരറ്റിയിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് മൂത്ത് കിട്ടും കേട്ടോ. നന്നായിട്ട് ഇത് മൊരിഞ്ഞ് കിട്ടി. അപ്പം ഇത് നമ്മൾ എടുത്ത് കൈകൊണ്ട് തന്നെ ക്രഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബൂന്തി, ബാക്കി സാധനങ്ങളുണ്ടല്ലോ, വെളുത്തുള്ളി, കറിവേപ്പില, കപ്പലണ്ടി ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് മുതിര വറുത്ത് ചേർക്കാം, പൊട്ടുകടല വറുത്ത് ചേർക്കാം, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.